ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 66, ശ്ലോകം 8-9. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. വിരകേഷ്വങ്കാരമയഃ ശൃംഗാരമയച്ച സംഗമേഹിത്വം നിധരാം അങ്കാരമയ തത്ര പുനഃസംഗമേ വിചിത്രമിദം. അന്വയം. അർത്ഥം. ത്വം അങ്ങേ, വിരഹേഷു വേർപാടുകളിൽ, അങ്കാരമുഖയ തീക്കട്ട പോലെയുള്ളവനും, സംഗമേ ഒന്നിച്ചു ചേരുമ്പോൾ, ശൃംഗാരമയക ശൃംഗാരമയനാണെങ്കിലും, തത്ര അവിടെ, പുന വീണ്ടും, സംഗമേ അഭി ചേർച്ചയിലും, നിതരാം അങ്ങേയറ്റം, അങ്കാരമയ തീക്കട്ട പോലെയുള്ളവനായി, അംഗം അല്ലയോ ദേവ, ആരയ രമിച്ചു, ഇതം ഇത്, ചിത്രം അത്ഭുതം തന്നെ. ഹരിവു. സാരം. അങ്ങ് ഗോപികമാരുമായുള്ള ചേർച്ചയിൽ ശൃംഗാരമയനായി അവരെ രമിപ്പിച്ചും വേർപാടിൽ അങ്കാരമയനായി അവരെ വേദനിപ്പിച്ചും നടത്തിയ ലീല വളരെ ആശ്ചര്യം തന്നെ. എന്നാൽ ഇവിടെ വിരഹത്തിന് ശേഷം നടത്തിയ സംഗമം ഗോപികമാർക്ക് തീക്കട്ട പോലെ അനുഭവപ്പെട്ടത് അത്ഭുതം തന്നെ. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. രാധാ തുംഗപയോധര സാധുപരീരംഭലോലുപാത്മനാം ആരാധയേ ഭവന്തം പവനപുരാധീശ സമയാ സകലഗതാൻ. രാധാ തുംഗപയോധര സാധുപരിരംഭലോലുപാത്മനം ആരാധയേ ഭവന്തം പവനപുരാധീശ സമയാ സകലഗതാൻ. അന്വയം. അർത്ഥം. രാധാ തുംഗപയോധര സാധു പരീരംഭലോലുപാത്മനാം. രാധയെന്ന ഗോപികയുടെ ഉയർന്ന കുജങ്ങളിൽ ആശ്ലേഷിക്കുന്നതിൽ തൽപരനായിരിക്കുന്ന ഭവന്തം അങ്ങയെ, പവനപുരാധീശ ഗുരുവായൂരപ്പ, ആരാധയെ ഞാൻ ആരാധിക്കുന്നു, സകലഗതാൻ എൻ്റെ രോഗങ്ങളെല്ലാം ക്ഷമയ അങ്ങ് ഇല്ലാതെയാക്കി തരണേ. ഹരിവു. സാരം. രാധയുടെ കുജങ്ങളെ ആശ്ലേഷിക്കുന്നതിൽ തൽപരനായ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു, എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തന്നാലും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 66-ാം ദശകം സമാപ്തം. ഹരിവു.